സന്തോഷകരമായ ഈ ക്രിസ്മസ് രാത്രിയിൽ നമുക്ക് ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കൃപയോട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവേ, പ്രവാചകന്മാരുടെ പ്രവചന നിവർത്തി കർത്താവെ, ലോകമെങ്ങും നാഥ ക്രൈസ്തവ സഭകൾ അവിടുത്തെ തിരുജനനത്തെ കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആലയങ്ങളിൽ പോയി ആരാധിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ഞങ്ങൾക്ക് ദൈവാലയത്തിൽ വന്ന് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാനും തന്റെ കൃപയോട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവേ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹീതമായ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാവകാശം അവിടെ തന്നുവല്ലോ. ഇന്ന് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായി തിരുവാലയത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുത്തെ കൃപയുടെ കരത്തിലാണ് സൂക്ഷിക്കുകയും ഇവരെ പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥപിതാവേ, ദൈവാലയത്തിൽ വന്ന് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ച് താല്പര്യത്തോടെ ആയിരിക്കുന്നവരെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആലയത്തിലേക്കുള്ള യാത്രയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ദൈവാലയത്തിനുള്ളിൽ എത്തിച്ചേരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ആരാധന ആരംഭം മുതൽ അവസാനത്തെയും തിരുസാന്നിധ്യവും കൃപയും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ആരാധനയുടെ അഗ്രാസനാധിപത്യം അവിടുന്ന് ഏറ്റെടുക്കണമേ. രക്ഷകനായ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നിൽക്കുവേദന ക്രിസ്തീയത്തിൽ 347 പാട്ട് പാഠഗീതം 347. വാക്യം ഒരു വാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 96.
യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഉപവാസവുമായവരെ യഹോവയ്ക്ക് പാടുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളെയും യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ, സകല ഉപവാസികളുമായവരെ അവന്റെ മുൻപിൽ നടന്നുവീൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. നിൽക്കുവരെ 346 പാട്ട് നമ്മൾ ഒരുമിച്ച് പാടാം.
വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവലാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിനിന്നു. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളവും ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ ക്രിസ്മസ് ഈവ് രാത്രിയിൽ ഞങ്ങൾക്ക് കർത്താവിന്റെ സ്ഥലം ഒരുമിച്ചിരുന്ന് അങ്ങേ ആരാധിക്കുവാൻ, അവിടുത്തെ സ്ഥലം ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ, വിനയപ്പെടുത്തുവാൻ, ചിന്തിക്കുവാൻ ദൈവം തരുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ വർഷവും ക്രിസ്മസ് രാത്രിയിൽ തിരുവാലയത്തിൽ വന്ന് കർത്താവെ തിരുവചനങ്ങൾ ശ്രമിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് സമാധാനത്തോടെ കടന്നുപോകുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വീണ്ടും ഒരു ക്രിസ്മസ് രാത്രിയുടെ കാണുവാനുള്ള ഭാഗ്യം അവർ തന്നിരിക്കുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ തിരുവാലയത്തിലിരിക്കുന്ന അങ്ങയുടെ മക്കളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, ആളാമ്പതി അവിടുന്ന് അനുഗ്രഹിക്കുകയും ആവശ്യമായ നന്മകൾ ഓരോരുത്തർക്കും നൽകി സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവാലയത്തിൽ കാഴ്ചക്കാരായിട്ട് വന്നു പോകുന്നവരായിട്ടല്ല, ദൈവസ്ഥലത്തിലിരുന്ന് കർത്താവെ നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് തിരുമുൻപാകെ കർത്താവെ അങ്ങേക്ക് ഇഷ്ടവും പ്രസാദവും ജീവിച്ചു മുന്നോട്ട് പോകുവാൻ ആരാധനകളിലൂടെ അവനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ആരാധനയും തിരുസന്നിധിയിൽ അർപ്പിക്കുന്ന സുഗന്ധ ബലിയായിട്ട് അവരെ സ്വീകരിക്കുകയും ആരാധിക്കുന്ന മക്കളുടെ ജീവിതത്തെ അവരുടെ കർത്താവെ എല്ലാ അർത്ഥത്തിലും നവീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങേ ആരാധിച്ച് മോർത്തപ്പെടുത്തുവാനായി കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിക്കുകയും അവരുടെ കരുതലിന്റെ കരത്തിൽ അവിടുന്ന് അവരെ അനുഗ്രഹിച്ച് കർത്താവ് വഴിനടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ആലയത്തിൽ നിന്ന് ഞങ്ങളുടെ വേദനകളും ഭാരങ്ങളും തിരുസന്നിധിയിൽ നിന്ന് പങ്കുവയ്ക്കുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ വേദനകളെല്ലാം അവിടെ ഏറ്റെടുത്ത് കർത്താവെ ആവശ്യങ്ങൾക്ക് കർത്താവെ മറുപടി തന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നാഥ, ഓരോ കുടുംബത്തെയും അവരുടെ കരങ്ങളിലേക്ക് തരുന്നു. സകല കുടുംബങ്ങൾക്ക് പേര് വരുവാൻ കാരണഭൂതനായ സർവശക്തിയുള്ള ദൈവം കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങളും നന്മകളും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളൊന്നും നശിക്കുവാൻ ഒരിക്കലും ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും കർത്താവെ അനുദിനം വളരുവാനും ശക്തിപ്പെടുവാനും നന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ അങ്ങനെ ഉറപ്പെടുത്തുവാനും അവരുടെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഓരോ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളാണല്ലോ. കർത്താവെ,
അവരുടെ കർത്താവ് ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഭാരങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അവിടെ ലഘൂകരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാഥന്റെ സാന്നിധ്യത്താൽ മാത്രമേ അതിനൊരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ അറിയുന്നു. എത്രയോ മാസങ്ങളുടെ ചികിത്സകളുമായി കർത്താവെ ആശുപത്രി ഭവനവുമായിട്ട് കഴിയുന്ന അനവധി ആളുകൾ നിങ്ങളുടെ ആലയത്തിലുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ രോഗവേദനകളെ പരിപൂർണമായിട്ട് അവർ മാറ്റി കർത്താവെ, ദൈവമേ, അവരുടെ കർത്താവെ പരമ്പരമെന്ന് സ്പർശിച്ച് സൗഖ്യവും ആശ്വാസവും കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഓരോ ചികിത്സകൾ കഴിയുമ്പോൾ ഒരല്പം ആശ്വാസം ലഭിക്കുമെന്നുള്ള ചിന്തയോടെ ആയിരിക്കുമ്പോഴാണ് അടുത്ത പ്രതിസന്ധി അവരുടെ ഭവനത്തിൽ അവരെ കർത്താവെ കടക്കുന്നത്. ആ സന്ദർഭങ്ങളിൽ കർത്താവെ നിരാശകളാണ്. ആ വീടുകളിൽ കർത്താവിന്റെ പ്രവർത്തിക്കണമേ. അവിടുത്തെ കർത്താവെ ആ ബലമുള്ള കരം അവരെ തൊട്ട് സൗഖ്യം കൊടുത്ത് ആശ്വാസം പ്രാർത്ഥിക്കുന്ന കർത്താവെ, തിരുവനന്തപുരത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മാതാപിതാക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. എല്ലാ മാതാപിതാക്കളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാതാപിതാക്കൾ സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ദൈവസന്നിധിയിലായി ദൈവത്തെ സ്തുതിച്ച് മഹത്വം